ലളിതാ സഹസ്രനാമ വീഡിയോ പരമ്പരയുടെ അടുത്ത വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ദേവിയുടെ ഇരിപ്പിടത്തിനെക്കുറിച്ചും മറ്റും മനസ്സിലാക്കി. ഭണ്ഡാസുര നിഗ്രഹത്തിന് പുറപ്പെട്ട ദേവിയുടെ സൈന്യത്തിനെക്കുറിച്ച് നമുക്ക് ഇനിയുള്ള നാമങ്ങളിൽ കൂടി മനസ്സിലാക്കാം. 26 മുതൽ 30 വരെയുള്ള ശ്ലോകങ്ങളിൽ കൂടി ദേവിയുടെ 68 മുതൽ 77 വരെയുള്ള നാമങ്ങൾ നമുക്ക് നോക്കാം. 26-ാമത്തെ ശ്ലോകം. ചക്രരാജരഥാരൂഢ സർവായുധ പരിഷ്കൃത ഗേയചക്രരഥാരൂഢ മന്ത്രിണീ പരിസേവിത. ചക്രരാജരഥാരൂഢ സർവായുധ പരിഷ്കൃത. ഈ നാമത്തിൻ്റെ അർത്ഥം ചക്രരാജം എന്ന രഥത്തിൽ കയറ്റിയ എല്ലാ ആയുധങ്ങളാലും അലങ്കരിക്കപ്പെട്ടവളെന്നാണ്. ദേവിയുടെ രഥത്തിൻ്റെ പേര് ചക്രരാജം എന്നാണ്. രഥങ്ങളിൽ വച്ച് ഏറ്റവും ഉത്തമമായതാണ് ഇതെന്ന് പറയപ്പെടുന്നു. ചക്രരാജം എന്നത് ശ്രീചക്രം എന്ന് തന്നെ പറയാം. മന്ത്രപ്രയോഗങ്ങളിൽ വച്ച് ഏറ്റവും ശക്തിയുള്ളതാണ് ചക്രരാജനായ ശ്രീചക്രം. ശ്രീചക്രത്തിൻ്റെ 9 ത്രികോണങ്ങൾ തന്നെയാണ് ദേവിയുടെ രഥത്തിൻ്റെ തട്ടുകളെന്ന് പറയുന്നു. ആ രഥത്തിൽ ദേവിയുടെ ഇരിപ്പിടത്തിന് ചുറ്റും പാശം, അതായത് കയർ, അങ്കുശം, അതായത് തോട്ടി, കരിമ്പിൻ വില്ല്, പുഷ്പബാണങ്ങൾ എന്നീ ആയുധങ്ങൾ ദേവതാശക്തി രൂപത്തിൽ സ്ഥാനം പിടിച്ചുവെന്ന് പറയുന്നു. ഗേയചക്രരഥാരൂഢ മന്ത്രിണീ പരിസേവിത. ദേവിയുടെ ചക്രരാജരഥം കഴിഞ്ഞാൽ അടുത്തത് പ്രസിദ്ധമായതാണ് മന്ത്രിണിയുടെ ഗേയചക്രരഥം. സംഗീതാത്മകമായ ചലനത്തോടും 7 നിലകളോട് കൂടിയതും ആകുന്നു ഗേയചക്രരഥം. ശ്യാമളാദേവിയെ ആണ് ത്രിപുരസുന്ദരി ദേവിയുടെ മന്ത്രിണിയായി വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നാമത്തിൻ്റെ അർത്ഥം ഗേയചക്രരഥത്തിൽ എഴുന്നള്ളുന്ന മന്ത്രിണിയായ ശ്യാമളാദേവിയാൽ ചുറ്റും സേവിക്കപ്പെടുന്നവൾ എന്ന് മനസ്സിലാക്കാം. ശ്രീ ലളിതാ ത്രിപുരസുന്ദരി തൻ്റെ മനഃശക്തിയാൽ കരിമ്പിൽ നിന്ന് പ്രത്യക്ഷപ്പെടുത്തിയ ദേവിയാണ് ശ്യാമളാദേവി. ത്രിപുരസുന്ദരി ദേവിക്ക് വേണ്ടി സാമ്രാജ്യം ഭരിക്കുന്നതും ദേവിയുടെ സന്തത സഹചാരിയും സംഗീത നിപുണയും ആണത്രേ ശ്യാമളാദേവി. ഗേയചക്രമെന്നാൽ പ്രധാന ചക്രമെന്നും പറയാം. അടുത്തത് 27-ാമത്തെ ശ്ലോകം. ഗിരിചക്രരഥാരൂഢ ദണ്ഡനാഥ പുരസ്കൃത ജ്വാലാമാലിനികാക്ഷിപ്ത വന്നി പ്രാകാരമധ്യഗ. ഗിരിചക്രരഥാരൂഢ ദണ്ഡനാഥ പുരസ്കൃത. ഗിരിചക്രരഥം എല്ലായ്പ്പോഴും ഒരു ദണ്ഡ് ധരിച്ചിരിക്കുന്ന ദേവിയുടെ പഞ്ചതന്മാത്ര സായകങ്ങളിൽ, അതായത് അമ്പുകളിൽ നിന്നും അവതരിച്ച വാരാഹി ശക്തിയുടെ രഥമാണ്. ഇതിന് 5 തട്ടുകളുണ്ട്. ചക്രരാജരഥവും ഗേയചക്രരഥവും ഗിരിചക്രരഥവും എല്ലായ്പ്പോഴും ഒരുമിച്ചാണ് യുദ്ധക്കളത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. കിരി എന്ന പദത്തിന് വാരാഹി എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് ഈ ശക്തിക്ക് വാരാഹി എന്ന് പറയുന്നത്. ദേവിയുടെ സേനാനായികയാണ് വാരാഹി ശക്തി. എല്ലായ്പ്പോഴും ഒരു ദണ്ഡ്, അതായത് ഒരു വടി കയ്യിലേന്തിയിരിക്കുന്നതിനാൽ ഈ ശക്തിയെ ദണ്ഡനാഥ എന്ന് പറയുന്നു. അപ്പോൾ ഈ നാമത്തിൻ്റെ അർത്ഥം ഗിരിചക്രരഥത്തിൽ ആരോഹണം ചെയ്ത ദണ്ഡനാഥയാൽ സേവിക്കപ്പെട്ടവൾ എന്നാണ്. ജ്വാലാമാലിനികാക്ഷിപ്ത വന്നി പ്രാകാരമധ്യക. വന്നി എന്നാൽ അഗ്നിയാണ്. പ്രാകാരം എന്നതുകൊണ്ട് ഒരു കോട്ട എന്ന് മനസ്സിലാക്കാം. ജ്വാലാമാലിനിക ഒരു നിത്യദേവതയാണ്. ചതുർദശി തിഥിയുടെ നിത്യദേവതയാണ് ജ്വാലാമാലിനി. അങ്ങനെയുള്ള ജ്വാലാമാലിനിയാൽ നിർമ്മിക്കപ്പെട്ട അഗ്നിക്കോട്ടയുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവളാണ് ദേവിയെന്ന് ഈ നാമത്തിൽ വിശേഷിപ്പിക്കുന്നു. പ്രഥമ മുതൽ പഞ്ചദശി, അതായത് പൗർണമി വരെയുള്ള തിഥികളുടെ നിത്യദേവതമാർ ക്രമത്തിൽ കാമേശ്വരി, ഭഗമാലിനി, നിത്യക്ലിന്ന, ഭേരുദണ്ഡ, വന്യവാസിനി, മഹാവജ്രേശ്വരി, ശിവദൂതി, ത്വരിത, കുലസുന്ദരി, നിത്യ, നീലപതാക, വിജയ, സർവമംഗള, ജ്വാലാമാലിനി, ചിത്ര എന്നിവരാണ്. ഈ പേരുകളെല്ലാം നമുക്ക് ലളിതാ സഹസ്രനാമത്തിൽ അവിടെയായി കാണാനും സാധിക്കും. ഇനി 28-ാമത്തെ ശ്ലോകം. ഭണ്ഡസൈന്യവധോദ്യുക്ത ശക്തിവിക്രമഹർഷിത നിത്യാപരാക്രമാടോപ നിരീക്ഷണ സമുത്സുക. ഭണ്ഡസൈന്യവധോദ്യുക്ത ശക്തിവിക്രമ ഹർഷിത. ഭണ്ഡാസുരൻ്റെ സൈന്യത്തെ വധിക്കുവാൻ ഒരുമ്പെട്ടിരിക്കുന്ന ശക്തിസേനയുടെ പരാക്രമം കണ്ട് സന്തോഷിച്ചവൾ എന്നാണ് ഈ നാമത്തിനർത്ഥം. ശക്തിസേനയെ നയിക്കുന്നത് തിരസ്കരണി, നകുല, അശ്വാരൂഢ, സമ്പത്കരി എന്നിവരാണത്രേ. അവർ ഭണ്ഡാസുരൻ്റെ സൈന്യത്തെ നശിപ്പിക്കുവാൻ ഉത്സുകരാണ് എന്നാണ് ഇവിടെ പറയുന്നത്.
നിത്യാപരാക്രമാടോപ നിരീക്ഷണ സമുത്സുക. തിഥികളുടെ നിത്യദേവതമാരെയാണ് ഇവിടെ നിത്യ എന്ന പദം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ലളിതാദേവി തന്നെയാണ് തിഥി നിത്യ സ്വരൂപം ധരിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തിഥിനിത്യകൾക്കും മഹാരാജ്ഞി രൂപമുള്ള നിത്യയ്ക്കും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ദേവിയെ ഈ നാമത്തിൽ വിശേഷിപ്പിക്കുന്നത് നിത്യകളുടെ അതിശയകരമായ പരാക്രമം കാണുന്നതിൽ ഉത്സാഹമുള്ളവൾ എന്നാണ്. 29-ാമത്തെ ശ്ലോകം. ഭണ്ഡപുത്രവധോദ്യുക്ത ബാലാ വിക്രമനന്ദിത മന്ത്രിണ്യംബാവിരചിത വിഷംഗവദധോഷിത. ഭണ്ഡപുത്രവധോദ്യുക്ത ബാല വിക്രമനന്ദിത. ദേവിയുടെ 9 വയസ്സ് മാത്രം പ്രായമുള്ള പുത്രിയാണ് ബാല. ആ ബാലയുടെ പരാക്രമം കണ്ട് സന്തോഷിച്ചവളാണ് ദേവി. ഈ നാമത്തിൻ്റെ അർത്ഥം ഭണ്ഡപുത്രന്മാരെ വധിക്കുന്ന പ്രവൃത്തിയിൽ മുഴുകിയിരിക്കുന്ന ബാലയുടെ പരാക്രമങ്ങൾ കണ്ട് സന്തോഷിച്ചവൾ എന്നാണ്. ദേവിയെപ്പോലെ തന്നെ ശക്തി ബാല എന്ന ദേവിപുത്രിക്കുമുണ്ട്. ബാല യുദ്ധത്തിനൊരുങ്ങിയപ്പോൾ ദേവിയുടെ കവചത്തിൽ നിന്ന് ഒരു കവചം പ്രത്യക്ഷമായത്രേ. ആ കവചവും ധരിച്ച് കർണി എന്ന ഒരു ചെറിയ തേരിൽ കയറി ഭണ്ഡൻ്റെ പുത്രന്മാരെ നേരിട്ട് എല്ലാവരെയും വധിച്ചു. നിത്യദേവതകൾ ഭണ്ഡാസുരൻ്റെ 15 സേനാധിപന്മാരെയും നിശേഷം നശിപ്പിച്ചതുകൊണ്ട് കോപിഷ്ഠനായ ഭണ്ഡാസുരൻ തൻ്റെ 30 പുത്രന്മാരെയും യുദ്ധക്കളത്തിലേക്ക് അയച്ചിരുന്നു. ചതുർബാഹു എന്നായിരുന്നു അവരിൽ മൂത്ത ആളുടെ പേര്. മന്ത്രിണ്യംബാവിരചിത വിഷംഗവധസോഷിത. മന്ത്രിണി, അതായത് ശ്യാമളാദേവി, വിഷംഗനെ വിശേഷവിധിയായി വധിച്ചതിൽ സന്തോഷിച്ചവൾ എന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം. ഭണ്ഡാസുരൻ്റെ ഇടത്തെ ചുമലിൽ നിന്ന് ഉദ്ഭവിച്ചതാണ് വിഷംഗൻ എന്ന് പറയുന്നു. വലത്തെ ചുമലിൽ നിന്ന് ഉണ്ടായവൻ വിശുക്രനും. ഈ വിശുക്രനെയും വിഷംഗനെയും ഭണ്ഡാസുരൻ്റെ ഭ്രാതാക്കൾ, അതായത് സഹോദരന്മാർ എന്ന് പറയപ്പെടുന്നു. ദൈത്യാചാര്യനായ ശുക്രാചാര്യരോട് തുല്യബുദ്ധിയും ശക്തിയും ഉള്ളവരായിരുന്നു ഇവർ. അടുത്തത് 30-ാമത്തെ ശ്ലോകം. വിശുക്രപ്രാണഹരണ വാരാഹി വീര്യനന്ദിത കാമേശ്വരമുഖാലോക കൽപ്പിത ശ്രീഗണേശ്വര. വിശുക്രപ്രാണഹരണ വാരാഹി വീര്യനന്ദിത. വാരാഹി ശക്തി വിശുക്രനെ വധിച്ചു. ഭണ്ഡാസുരൻ്റെ സേനാനായകനായിരുന്നു വിശുക്രൻ. വിശുക്രൻ്റെ ജീവനെ അപഹരിച്ച വാരാഹിയുടെ ശക്തി കണ്ട് സന്തോഷിച്ചവൾ എന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം. കാമേശ്വര മുഖാലോക കൽപ്പിത ശ്രീ ഗണേശ്വര. കാമേശ്വരൻ്റെ, അതായത് ശിവൻ്റെ മുഖത്തെ നോക്കി സൃഷ്ടിക്കപ്പെട്ട ഗണപതിയോട് കൂടിയവൾ എന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം. തൻ്റെ സൈന്യം, സേനാധിപന്മാർ, മന്ത്രിമാർ, പുത്രന്മാർ എന്നിവരെയെല്ലാം ദേവിയും സൈന്യവും കൂടി വധിച്ചപ്പോൾ ദേവിയുടെ സൈന്യത്തിനെ നിഷ്ക്രിയരാക്കുവാൻ വേണ്ടിയാണ് ഭണ്ഡാസുരൻ വിശുക്രനെ അയച്ചത്. അവൻ തൻ്റെ മായയാൽ ഒരു യന്ത്രം, അതായത് ഒരു മാന്ത്രിക തടസ്സം അതിനുവേണ്ടി സ്ഥാപിച്ചു. വിശുക്രനെ വാരാഹി വധിച്ചെങ്കിലും അവൻ മൂലമുണ്ടായ വിഘ്നങ്ങളും കഷ്ടപ്പാടുകളും കൊണ്ട് ദേവിയുടെ സൈന്യം വലഞ്ഞു. അപമാനഭീതിയാൽ ദേവിയുടെ സൈന്യം പരവശമായി. ആ സമയത്ത് ദേവി തൻ്റെ അടുത്തിരിക്കുന്ന കാമേശ്വരനെ നോക്കിയത്രേ. രണ്ടുപേരുടെയും കടാക്ഷകിരണങ്ങൾ കൂട്ടിമുട്ടിയപ്പോൾ ശ്രീഗണപതി പ്രത്യക്ഷമായി എന്നാണ് പറയുന്നത്. 10 കൈകൾ, തുമ്പിക്കൈ എന്നിവയിൽ മാതളപ്പഴം, ഗദ, കരിമ്പ്, വില്ല്, ശൂലം, ചക്രം, താമര, പാശം, നീലോൽപ്പലം, അതായത് അല്ലിപ്പൂ, നെൽക്കതിർ, തൻ്റെ തന്നെ മുറിഞ്ഞുപോയ കൊമ്പ് എന്നിവയും രത്നകലശം തുമ്പിക്കൈയിലും ഏന്തി ഗണപതി പ്രത്യക്ഷനായി എന്ന് പുരാണങ്ങൾ പറയുന്നു. ഗണപതി ബീജമന്ത്രത്തിന് മുൻപ് ധ്യാനിക്കുന്ന രൂപമാണിത്. നമ്മളിന്ന് വളരെയധികം കാര്യങ്ങൾ മനസ്സിലാക്കി. ദേവിയുടെ സൈന്യത്തെക്കുറിച്ച്, മന്ത്രിണി, സേനാധിപർ, ബാല, ഗണപതി, രഥങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം 68 മുതൽ 77 വരെയുള്ള നാമങ്ങളിൽ കൂടി നമുക്കറിയാൻ കഴിഞ്ഞു. യുദ്ധക്കളത്തിൽ പോയില്ലെങ്കിലും അവിടെ നടന്നത് നമുക്ക് മനസ്സിലാക്കാനായി ഈ നാമങ്ങൾ സഹായിച്ചു. നമുക്ക് ഈ ശ്ലോകങ്ങളൊന്ന് ചൊല്ലാം. ചക്രരാജരഥാരൂഢ സർവായുധ പരിഷ്കൃത ഗേയചക്രരഥാരൂഢ മന്ത്രിണീ പരിസേവിത. ഗിരിചക്രരഥാരൂഢ ദണ്ഡനാഥ പുരസ്കൃത ജ്വാലാമാലിനികാക്ഷിപ്തവഹ്നി പ്രാകാരമധ്യഗ. ഭണ്ഡസൈന്യവധോദ്യുക്ത ശക്തിവിക്രമഹർഷിത നിത്യാപരാക്രമാടോപ നിരീക്ഷണ സമുത്സുക.
ഭണ്ഡപുത്രവധോദ്യുക്ത ബാലാ വിക്രമനന്ദിത മന്ത്രിണ്യംബാവിരചിത വിഷംഗവദധോഷിത വിശുക്രപ്രാണഹരണ വാരാഹി വീര്യനന്ദിത കാമേശ്വരമുഖാലോക കൽപ്പിത ശ്രീഗണേശ്വര. അടുത്ത വീഡിയോയിൽ ദേവിയുടെ കൂടുതൽ നാമങ്ങളും അവയുടെ അർത്ഥവും മനസ്സിലാക്കാൻ ശ്രമിക്കാം.